ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു മിനി വ്ളോഗ് കണ്ടാലോ? അങ്ങനെ ആഫ്റ്റർനൂൺ ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ഫുഡൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ എത്തി നേരെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ആക്കി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അതാ എത്തി. നല്ല അടിപൊളി മീൽസ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡ്, ഉച്ചക്കലത്തെ ഫുഡ് അടിപൊളിയാട്ടോ. ഈ ഒരു ഫുഡ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ തന്നെ ഒരു പായസമൊക്കെ ഉണ്ട് കേട്ടോ. പായസമൊക്കെ കുടിച്ച് പിന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയ പാടിന് നമുക്ക് സൈൻ ചെയ്യണം കേട്ടോ. അങ്ങനെ സൈനൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി. നമ്മൾ 3 ആൾക്കാരുള്ളൂ കേട്ടോ, ബാക്കി 2 ആൾ ലീവിലാണ്. അപ്പോൾ എനിക്കും എൻ്റെ ഒരു വേറെ ഫ്രണ്ടിനും ന്യൂ ബ്ലോക്കിലാണ്, വേറൊരു ഫ്രണ്ടിന് ഓൾഡിലായിരുന്നു കേട്ടോ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ നിന്ന് പിന്നെ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് ഞങ്ങൾ ന്യൂ ബ്ലോക്കിൽ പോയി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. നമ്മളെത്തുമ്പോൾ ഇവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ പേഷ്യൻറ്റിനെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റെക്കോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രീ ടൈമിൽ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മളെ കോളേജിലേക്ക് കുറേ റെക്കോർഡ് എഴുതാണ്ട്. അപ്പോൾ കുറച്ച് ടൈം ഫ്രീ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ റെക്കോർഡ് എഴുതാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് റെക്കോർഡൊക്കെ എഴുതി ഒന്ന് കൈയടഞ്ഞപ്പോൾ ഞാൻ കൺസോളിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരാളെ പണി നോക്കുമ്പോൾ ഇവിടെ ഇരുന്നിങ്ങനെ കുഞ്ഞ് ബോട്ടിലും ഇങ്ങനെ ഇരുന്ന് എഴുതുന്ന കേട്ടോ. എന്താ നോക്കുമ്പോൾ ഷാമ്പൂ കണ്ടീഷണർ എന്നൊക്കെ എഴുതുന്നതാണ്. എന്താ പറയുക, ഷാമ്പൂ കണ്ടീഷണർ വലിയ കുപ്പിയിലാണ്. അപ്പം അത് ചെറുത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ലാണ്ടിരിക്കുമ്പോൾ വെറുതെ ഓരോ പണിയായിട്ട് വന്ന് കേട്ടോളൂ. അങ്ങനെ ഓളെ പണി അവിടെ നടക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെ ഇന്ന് ഇല്ലാണ്ട് പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്ന് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കണം വലിയ പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മളിവിടെ ഷട്ട് ഡൗൺ ചെയ്തിട്ടോ. അവിടെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ക്ലോസൊക്കെ ചെയ്തിട്ട് നേരെ നമ്മൾ ഓൾഡ് ബ്ലോക്കിലേക്ക് പോകുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾഡ് ബ്ലോക്കിലെത്തി. ഇവിടെ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. സാധാരണ ഈ ടൈമിലൊക്കെ അങ്ങനെ തിരക്കുണ്ടാവലുണ്ട്, പക്ഷെ ഇന്ന് വലിയ തിരക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ER-ന്ന് ഒരു പോർട്ടബിൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോർട്ടബിളൊക്കെ എടുക്കാൻ വേണ്ടി പോയി തിരിച്ച് വരുന്ന കേട്ടോ. നമ്മളെ ഡ്യൂട്ടി ടൈം ഇപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7:30 ഒക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നതാണ്. പറയാനുള്ളത് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു കേക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ കഫേ വന്നിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു പീസ് കേക്കൊക്കെ വാങ്ങിയിട്ടോ. കേക്കൊക്കെ വാങ്ങി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നതാണ്. നമ്മൾ ഇവിടുന്നൊക്കെ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, കുറച്ച് ഗ്രോസറി ഐറ്റംസ്. അപ്പോൾ നമ്മൾ പോകാൻ നേരത്തെ നമ്മൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായി. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകുന്നതാണ്. അങ്ങനെ റൂമിലൊക്കെ എത്തിയപ്പോഴായിരുന്നു പെട്ടെന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവരും കൂടി പുറത്ത് പോകാമെന്ന്. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി നേരെ ഇറങ്ങിയിട്ടോ നമ്മളെല്ലാവരും കൂടിയിട്ടും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോയി. ഫസ്റ്റ് തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഫുഡൊക്കെ ഓർഡർ ആക്കി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങി. അപ്പോൾ ഒരാൾ ഇവിടെ ഈ ഫുഡിൻ്റെ റിവ്യൂ പറയുന്നുണ്ട് കേട്ടോ. ആരും ഈ കടയിൽ കയറരുത് ഗൈസ്, ആരും ഈ കടയിൽ കയറരുത്, നോർമൽ പറയരുത് ഗൈസ്. വളരെ വളരെ ഫ്ലോപ്പാണ്, പക്ഷേ കാന്താരി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അൽഫാം ആരും അവിടുന്ന് പറയരുത് ഗൈസ്. നമ്മൾ ഈ ഔട്ടിങ്ങിന് പോയ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ കയറി ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ. അതിന് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ആക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് തന്നെ പോകുന്നതാണ്. അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.